ആ പിന്നെ പുതിയൊരു വിവാദം വന്നിരിക്കുകയാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവവുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് വി ശിവൻകുട്ടി ഈ കലോത്സവത്തിൽ അവതരണ നൃത്തത്തിന് പരിശീലനം കൊടുക്കുവാൻ ഏതോ സിനിമാ നടിയെ വിളിച്ചു. ആ സിനിമാ നടി ആരാണെന്നറിയില്ല, കലോത്സവങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന നടിയെന്നാണ് മന്ത്രിയുടെ ആ ഒരു പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവരോട് ഈ സ്കൂൾ യുവജനോത്സവത്തിന്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഒരു അവതരണ ഗാനത്തിൽ അവതരിപ്പിക്കുന്നതിനുള്ള നൃത്തം പരിശീലിപ്പിക്കുന്നതിന് ഒരു സിനിമാ നടിയെ ക്ഷണിച്ചപ്പോൾ, നർത്തകിയായിട്ടുള്ള ഒരു സിനിമാ നടിയെ ക്ഷണിച്ചപ്പോൾ അവർ നിഷ്കരണം 5 ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടു എന്നാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തെ ഒരിക്കലും തെറ്റ് പറയുകയില്ല. കാരണം ഒരു പൊതു സർക്കാർ പരിപാടിയിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ വിളിക്കുന്ന സമയത്ത് അത്രയും പ്രതിഫലമൊക്കെ ചോദിച്ചു എന്ന് പറയുമ്പോൾ ആർക്കായാലും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ് അത്. പക്ഷേ ഇനി ആ ക്ഷണിക്കപ്പെട്ട നടി ആരായിക്കോട്ടെ, ആ നർത്തകി ആരായിക്കോട്ടെ, അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പുഷ്കല സമയത്ത് മാത്രമേ അവർക്ക് ഈ വലിയ പ്രതിഫലമൊക്കെ പറ്റിക്കൊണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ പ്രതിഫലം ചോദിച്ചതിൽ ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം നല്ല കാലത്ത് മാത്രമേ ഇതൊക്കെ ചോദിക്കാൻ പറ്റൂ. പക്ഷേ ഇത് അങ്ങനെ ചോദിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായിപ്പോയി. അതിലൊരു പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു വോളണ്ടറി ആയിട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും മാന്യമായിട്ടുള്ള ഒരു പ്രതിഫലമൊക്കെ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിലവൊക്കെ പറ്റി ആ പരിപാടി പോയി പരിശീലിപ്പിക്കുവാൻ തയ്യാറാകേണ്ടതാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിപാടി, കാരണം അവർക്കൂടെ ഹൈപ്പ് കിട്ടുന്നൊരു കാര്യമാണ്, അവർക്കൂടെ ഒരു പ്രശസ്തി കിട്ടുന്നൊരു കാര്യമാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലേക്ക് അവതരണ ഗാനമൊക്കെ ചിട്ടപ്പെടുത്താനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത്. അത്തരം ഒരു അവസരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയെങ്കിലും പേര്, പ്രതിഫലം ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാകും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് അതൊന്നുമല്ല, ഇത്രയേറെ പ്രതിഫലമുള്ള ഈ സെലിബ്രിറ്റികൾ തന്നെ അത് ചെയ്യണമെന്താണ് ഇത്ര നിർബന്ധം? എത്രയോ പേര് ഒരുപക്ഷെ അവരെക്കാളും നന്നായിട്ട് നൃത്തം ചെയ്യാനറിയാവുന്ന, നൃത്തം പഠിപ്പിക്കാൻ അറിയാവുന്ന എത്രയോ ആളുകളുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ താല്പര്യമുള്ളവരെ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ ചിലവ് മാത്രം വാങ്ങിക്കൊണ്ട് അത് ചെയ്തു കൊടുക്കാൻ എത്രയോ പേര് തയ്യാറാകും. കാരണം അവർക്കൂടെ അതൊരു ഉയർച്ച കിട്ടുന്ന ഒരു കാര്യമാണ്, അവർക്കൂടെ പ്രശസ്തിയൊക്കെ കിട്ടുന്ന, അവർക്കൂടെ ഗുണപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള എത്രയോ പേര് കാണും. ഈ സെലിബ്രിറ്റികൾ തന്നെ വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നടന്ന ഇത്തരം പരിപാടികളിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ധൂർത്ത് ഒന്നും നടത്തേണ്ട കാര്യമില്ല. അതിപ്പോൾ ഏത് സർക്കാർ എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു സർക്കാരിനെ മാത്രമായിട്ട് വിമർശിക്കുകയല്ല. സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഇത്തരം വേദികളിൽ യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അവസരങ്ങൾ കൊടുക്കേണ്ടത് സെലിബ്രിറ്റികൾക്കൊന്നുമല്ല. അങ്ങനെ സെലിബ്രിറ്റികളൊന്നും ആവാൻ കഴിയാത്ത, അത്രത്തോളം പ്രശസ്തരാവാൻ കഴിയാത്ത ഒരുപാട് പേര് ഇപ്പോൾ ഈ നൃത്തം അഭ്യസിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഈ വിവാദം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഈ അവതരണ നൃത്തം അവതരിപ്പിക്കുന്നത്, അത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ എത്ര പേരെ ക്ഷണിക്കുമായിരുന്നു? അവർക്ക് ഇത്രയും പ്രതിഫലമൊന്നും വേണ്ടി വരില്ലല്ലോ. അതുപോലെ തന്നെ ഈ കലോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നടന്ന ഒരു പരിപാടിയിലും പ്രതിഫലം പറ്റി വരുന്ന ആൾക്കാരെ ഒരു ഉദ്ഘാടനത്തിനോ ഗസ്റ്റായിട്ട് പോലും ക്ഷണിക്കാൻ പാടില്ല. പിന്നെ വണ്ടിക്കൂലിയൊക്കെ കൊടുക്കാം, പക്ഷേ പ്രതിഫലം വാങ്ങിക്കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിൽ കുറച്ചുള്ള കൊഴുപ്പ് മതി, മേളക്കൊഴുപ്പ് മതി. പ്രത്യേകിച്ചൊരു മന്ത്രിയൊക്കെ വിളിക്കുമ്പോൾ, അതിപ്പോൾ മാർക്സിസ്റ്റ് മന്ത്രിയോ കോൺഗ്രസ് മന്ത്രിയോ ആരും ആവട്ടെ, ഒരു മന്ത്രി ഒക്കെ വിളിച്ച് അങ്ങനെ ഒരു നേരിട്ട് വിളിച്ചൊക്കെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നിഷ്കരണം എനിക്ക് ഇത്ര രൂപ കിട്ടിയാലും ഞാൻ വരുമെന്നൊക്കെ പറയുന്നത് ഇനി ആര് തന്നെ ആയാലും അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തോടുള്ള തന്നെ ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ മന്ത്രിമാരായിട്ട് ഒക്കെ വരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ട് പണമൊക്കെ ചിലവാക്കുന്നതിന് പല ക്രൈറ്റീരിയകളും, പല മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് പണം ചിലവഴിക്കാൻ പറ്റുള്ളൂ ഏത് കാര്യത്തിനാണെങ്കിലും. പൈസയൊക്കെ വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേദിയിലേക്കൊക്കെ ക്ഷണിക്കപ്പെടുമ്പോൾ ആ ക്ഷണിക്കപ്പെടുന്നവരും അതിൻ്റേതായൊരു സാമാന്യ മര്യാദ, സർക്കാരിൻ്റെ പരിപാടിയാണ്, പരിമിതികളുണ്ട്, അവർക്കും അത് നടത്തുന്നവർക്കും പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനോടൊക്കെ സഹകരിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, പ്രതിഫലം കൊടുത്ത് വിളിച്ചു വരുത്തുന്ന ഒരു സമ്പ്രദായം ഗവൺമെൻറ്റിൻ്റെ പണം അല്ലെങ്കിൽ പൊതുഖജനാവിലെ പണം എടുത്ത് നടന്ന പരിപാടികൾക്ക് അത്ര ഭൂഷണമല്ല എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് ഇങ്ങനൊരു പരാമർശം നടത്തിയ ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഞാൻ കുറ്റം പറയില്ല, ആ പ്രതിഫലം ചോദിച്ച നടിയെയും കുറ്റം പറയില്ല. അപ്പം പറയുന്നത്
അഭിപ്രായം രണ്ട് വെള്ളത്തിലും അങ്ങനെയല്ല. ഇത് രണ്ടും രണ്ടായി തന്നെ കാണണം. അത് ഇപ്പോൾ ശിവൻകുട്ടി സഖാവ് പറഞ്ഞിട്ടുള്ള ആ വിമർശനം ഉൾക്കൊള്ളാൻ ഈ പറഞ്ഞ നടി എത്രമാത്രം തയ്യാറാകുന്ന കാര്യം, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നയാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ജോലി ചെയ്യുന്നതിന് ഇത്ര രൂപ പ്രതിഫലം വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അത്രയും കൊക്കിലൊതുങ്ങാത്ത പ്രതിഫലമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ ആ സേവനം ആവശ്യമായിട്ട് വരുന്നത് എന്നാൽ അവരുടെ സേവനം വേണ്ട, നമ്മുടെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല എന്ന് തീരുമാനിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല.